ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിയ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയ, 34 വയസ്സുണ്ട്, വിവാഹിതയാണ്, 2 കുട്ടികളുടെ അമ്മയുമാണ്. ഭർത്താവും ഞാനും പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി നോക്കുന്നത്. പണ്ട് തൊട്ടേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹവും അങ്ങനെ തന്നെ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മായിമ്മ നോക്കിക്കോളും. ഒരു 3-4 വർഷം മുമ്പ് വരെ അമ്മായിപ്പനും ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അമ്മായിമ്മയാണ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകാം. എനിക്ക് 10 മണിയാകുമ്പോൾ ഓഫീസിലെത്തണം. 6:30 ആകുമ്പോഴത്തേനും ഞാൻ തിരിച്ചു വരും. ഹസ്ബൻഡ് രാത്രി 10 മണിയാകുമ്പോഴേ വരികയുള്ളൂ. ഹസ്ബൻഡിന് എന്തെങ്കിലും ദുശ്ശീലങ്ങളോ ചുറ്റിക്കളികളോ ഒന്നുമുള്ള ആളല്ല. എന്നോട് നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. രണ്ടാമത്തെ കുട്ടിയുണ്ടായി. ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നിലച്ചിട്ട് ഏകദേശം 4 വർഷമായി മാഡം. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു, പിന്നീടത് ഒന്നുമില്ലാതായി. ഹസ്ബൻഡിന് വേറെ ആരോടെങ്കിലും സ്നേഹമുണ്ടോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധത്തിൽ അകപ്പെട്ടു പോയതാണോ, എന്നോടുള്ള താല്പര്യം കുറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട് 1-ലധികം വട്ടം. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്കിപ്പോൾ ഒന്നിലും താല്പര്യമില്ല, ആരിലും താല്പര്യമില്ല, ഇത് വേണ്ട, മടുത്തു, എനിക്ക് ക്ഷീണമൊക്കെയാണ്, ജോലിയിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നു, നീയും അതിൽ ശ്രദ്ധിക്കുക, ഇതിനെന്നെ നിർബന്ധിക്കരുത്, എനിക്കെന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരാം എന്ന് പറഞ്ഞൊഴിഞ്ഞു മാഡം. ഞാൻ അദ്ദേഹത്തെ ഒത്തിരി വാച്ച് ചെയ്തു. എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കാര്യമല്ലാതെ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. നല്ല സ്നേഹമാണ്. ശമ്പളം മുഴുവനും എന്നെ ഏൽപ്പിക്കും. ഞാൻ തല കുത്തിയതെന്ന് പറഞ്ഞാലും പുള്ളി എന്നോട് വഴക്കുണ്ടാക്കില്ല. അങ്ങനൊരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെപ്പറ്റി പറഞ്ഞ് വഴക്കുണ്ടാക്കാനൊന്നും പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അടങ്ങി. ഒത്തിരി പെണ്ണുങ്ങൾ ഇതുപോലെ ആയിരിക്കും. ഇതൊന്നും പുതുമയല്ലെന്ന് എനിക്കും അറിയാം, മാഡത്തിനും അറിയാം. പക്ഷേ ഒരു 8 മാസത്തിന് മുമ്പാണ് മാഡം, ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഒരു അവധി ദിവസമാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു കല്യാണത്തിന് പോയി. കുട്ടികളെ കൊണ്ടാണ് പോയത്. അമ്മായിമ്മയും ഞാനും മാത്രമേ അവിടെ ഉള്ളൂ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയും അടുത്ത വീട്ടിൽ പോയി. അടുത്തെൻ്റെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നുണ്ട്. പുള്ളിക്കാരി പോയി കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് മാത്രമേ തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ എൻ്റെ കൂടെ പഠിച്ചവളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 4 വർഷം കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ കല്യാണം നടന്നത്. ഒരു കുട്ടിയുണ്ട്. പലപ്പോഴുമൊക്കെ അവൾ വിളിക്കും. പിന്നെ ഹസ്ബൻഡും ഇതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ജോലി ചെയ്യുകയാണ്. അവൾ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ അവൾ കുശല പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടി, 2ാമത്തെ കുട്ടിയുടെ പ്ലാനിങ് ഒന്നും ആയില്ലേ? ഇനിയും ലേറ്റ് ആക്കല്ലേ? ഉദ്ദേശമുണ്ടെങ്കിൽ അതോ ഒരു കുട്ടി മതിയോ? എന്തായാലും പ്രായമായതോട് ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ആ കഥകളൊക്കെ ഒത്തിരി പറയാനുണ്ടെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞു, ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് സ്പീക്കറിലിട്ടിട്ട് പച്ചക്കറി അരിയാനും അടുപ്പിലിരിക്കുന്നത് നോക്കാനും തുടങ്ങി. എടി മോളെ, ഇത്രയും കാലം നിന്നോട് അത് പറഞ്ഞില്ല. നീ ഓർക്കും ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. ഒരു കുട്ടിയേ ഉള്ളൂ. 2ാമതൊരു കുട്ടിക്ക് എനിക്ക് മോഹമുണ്ട്. ഞാൻ ഒത്തിരി കാലമായിട്ട് പറയുകയാണ്. കല്യാണം കഴിഞ്ഞ് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പ്രസവം കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിലൊന്നായി, പിന്നെ 2 ആഴ്ചയിലൊന്നായി, പിന്നെ മാസത്തിലൊന്നായി, ഇപ്പോൾ വർഷത്തിലൊന്നുപോലുമില്ല. ഞാൻ ഒത്തിരി നാളായിട്ട് പുള്ളിയോട് പറയുന്നു എന്നോട് സ്നേഹമായി പെരുമാറുമെന്ന്. പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള അവസ്ഥയാണ്. വിവാഹത്തിന് മുമ്പ് എന്നോട് തലയാട്ടാനും മുടിയാട്ടാനും ഒക്കെ പറയുമായിരുന്നു. അന്ന് ഞാൻ പറയും എനിക്ക് പറ്റില്ല എന്നൊക്കെ. അതിൻ്റെ പേരിൽ പിണങ്ങിയിട്ടുമുണ്ട്. എങ്കിലും അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഘർഷമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്നോളാം, എന്തും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ലല്ലോ മോളെ. ഞാൻ ഔചിത്യമെല്ലാം കളഞ്ഞങ്ങ് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു റെസ്പോൺസും കിട്ടിയില്ല. നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പുതുതായി ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഞാൻ ഒത്തിരി കരഞ്ഞു, കാല് പിടിച്ച് നോക്കി. പക്ഷേ എൻ്റെ പൊന്നു മോളെ, യാതൊരു ഉണർവുകളുമില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ ട്രൈ ചെയ്തു പല രീതിയിലും. പക്ഷേ പുള്ളി എന്നെ മൈൻഡ് ചെയ്യുന്നില്ലടി. പരമാവധി താഴേക്കിറങ്ങി വന്ന് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തി നോക്കി. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല അപ്പോൾ പ്രവർത്തനം നിർത്തി മോളെ. പുള്ളി എനിക്ക് വേണ്ടി യാതൊരു രീതിയിലും ഒന്നിനും തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു സിഗ്നലും കാണാതെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കമ്പനി അടച്ചു പൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അടച്ചു പൂട്ടിയ കമ്പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് 2ാമതൊരു കുട്ടി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. 2ാമത്തെ കുട്ടിയുടെ കാര്യം ചോദിക്കുമ്പോഴേക്കും പുള്ളി ഒന്ന് പോരെ, ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നുള്ള ചോദ്യം കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളെയും ഖണ്ഡിക്കുകയാണ്.
പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോടി. അത് മാത്രവുമല്ല, ഇനിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. സന്തോഷം ഭാവിച്ച് ഞാൻ ജീവിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എന്നോട് ഒട്ടും ഇഷ്ടമില്ലാത്തത്? മറ്റേതോ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒരു ഡൈവോഴ്സിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ടവൾ പൊട്ടിക്കരയുകയും ചെയ്തു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉരുളി ചെന്ന് മദ്ദളത്തോട് പറയുന്നതാണ്, രണ്ടുപേർക്കും കിട്ടുന്നത് ഒരേ തരം അടിയാണ്. എന്ത് ചെയ്യാനാണ്? അവസാനം അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മോളെ എടി, നിൻ്റെ അവസ്ഥ തന്നെയാണ് എനിക്കും. അയ്യോ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഥകളെല്ലാം ഞാൻ അവളോട് വിവരിച്ച് പറഞ്ഞു. അവളത് കേട്ട്, ഷോ നിനക്ക് അങ്ങനെയുണ്ടോ? നിൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ള ആളല്ലേ? ആ, അതുപോലെ തന്നെ ലെഡി ഞാനും വിചാരിച്ചിരിക്കുന്നത്, നിൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ള ആളാണെന്ന്. സ്നേഹം പുറമേ കാണിച്ചിട്ട് എന്താ മോളെ? അകമേ സ്നേഹമില്ലെങ്കിൽ പോയില്ലേ? എനിക്കും ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് ഞാനും അവളുടെ കൂടെ വിഷമിച്ചു. അവൾ പറഞ്ഞു, ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിൻ്റെ ഭർത്താവിനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു അവിഹിത ബന്ധം പോലുമില്ല. അപ്പോൾ അങ്ങേര് സ്വതവേ എല്ലാം നിർത്തിയതാണ്. അതുപോലെ തന്നെയായിരിക്കും എൻ്റെയും ഭർത്താവിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരങ്ങ് നിർത്തും. അവർക്കൊന്നും വേണ്ടേ? അതുമാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആണുങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യരാണെന്നും ഇങ്ങനെ നോക്കി നടക്കുകയാണെന്നും ഒക്കെ അല്ലേ നമ്മൾ കേട്ടുള്ളേ. പിന്നെ ഇവരെന്താണ് അങ്ങ് ഓഫായി പോയത്? നമ്മളെ മടുത്തിട്ട് ഓഫായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ മറ്റൊരു ബന്ധങ്ങളുമില്ലാതെ ഇവരിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാകുന്നത് എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആണുങ്ങൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്നിലും താല്പര്യമില്ലാതാകുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ 40 വയസ്സുള്ളവർക്കാണ് ഏറ്റവും വലിയ കുന്തളിപ്പ്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അതൊക്കെ വെറുതെയാണ്. ആണുങ്ങളെന്ന് പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടടി. അതാണ് കള്ളക്കൂട്ടങ്ങളാ, വിശ്വസിക്കരുത് എന്നവൾ എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായി. എന്തായാലും നമുക്കൊന്നുകൂടി സെർച്ച് ചെയ്യാം. എൻ്റെ ഭർത്താവിനെ സെർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മോളെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും ഇനി ഞാൻ കൂലങ്കഷമായിട്ട് ചിന്തിക്കുവിടി. ഇങ്ങനെ കുറേ ആണുങ്ങളുണ്ട്, ഇവന്മാരൊക്കെ എന്തിനാ പെണ്ണ് കിട്ടുന്നത്? ഇവന്മാരെയൊക്കെ നല്ല കവളൻ മടല് എടുത്തങ്ങ് തല്ലണം, ചാട്ടവാറ കൊണ്ട് അടിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞു. അവൾക്ക് നല്ല രോഷമുണ്ടെന്ന് മനസ്സിലായി. പണ്ടേ പഠിക്കുമ്പോഴേയില്ലേ സുന്ദരന്മാരെ കാണുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരിളക്കമാണ്. ഇപ്പോഴും അവളുടെ ഇളക്കത്തിന് കുറവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങ് അടങ്ങി ഒതുങ്ങി. അവളിപ്പോഴും മനസ്സിൽ അഗ്നിപർവ്വതം മൂടി വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ അമ്മായിമ്മ അടുക്കളയിലേക്ക് വന്നു. അമ്മ എന്താ നേരത്തെ വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. എന്താടി, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വെറുതെ ചോദിച്ചതിന് അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന്. അമ്മായിമ്മ ഒന്നും പറയാതെ വന്ന് കറിക്ക് ഉപ്പ് നോക്കി, എന്നിട്ട് പോകുന്നത് കണ്ടു. ഇവർക്കിത് എന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നും പ്രശ്നമുള്ളതല്ല. ഇനി ബന്ധുക്കളുടെ വീട്ടിലങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും ചർച്ച ഉണ്ടായി കാണും, വഴക്കോ മറ്റോ ഉണ്ടാക്കി വന്നതാകും. ഇവരല്ലെങ്കിൽ പണ്ടേ വാദിക്കാനും പോയിന്റുകളിടാനും വലിയ മിടുക്കിയാണല്ലോ, വക്കീലാകേണ്ടവരായിരുന്നു എന്ന് ഞാൻ ഓർത്തു. എന്തായാലും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് അമ്മായിമ്മ വന്ന് എൻ്റെ അടുത്തിരുന്നു. എടി, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞു, ചോദിക്കും. എന്തിനാടി നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാർ കേൾക്കെ നീ വിളിച്ചു പറഞ്ഞത്? ഞാൻ ചോദിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ ആരോട് പറഞ്ഞു? എടി, അടുക്കളയിൽ പാചകം ചെയ്യാമെന്ന് പറഞ്ഞ് നിൻ്റെ കൂട്ടുകാരുമായിട്ട് ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുന്നത് അങ്ങ് 2ാമത്തെ തെരുവ് വരെ കേൾക്കാം. വന്നപ്പോഴേ ഞാൻ കേട്ടു. എടി, നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഭർത്താവ് 4 വർഷമായിട്ട് നിൻ്റെ അടുത്ത് വന്നിട്ടില്ല, നീ സഹിച്ച് ജീവിക്കുകയാണ്. ഉടനെ അപ്പുറത്ത് നിൽക്കുന്നവൾ പറയുന്നു, ഡൈവോഴ്സ് വേണമെന്ന്. എന്ത് പാടി ഇത്? നിങ്ങൾ രണ്ടുപേരുടെ എന്തായി കാണിക്കുന്നത്? വൃത്തികേടല്ലേ ഈ പറഞ്ഞത്? ഇത് അപ്പുറത്തെ മതിലിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട്, അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താകും? അപ്പുറത്തെ ആ പെണ്ണുപിള്ള കേട്ട് കഴിഞ്ഞാൽ നാട്ടിൽ മുഴുവനും പാട്ടാകില്ലേ? നിനക്ക് ബോധവും പൊക്കണമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സാധാരണ പലരോടും സംസാരിക്കുന്ന ഇങ്ങനെ തന്നെയാണ്. പാചകം ചെയ്യുമ്പം ലൗഡ് സ്പീക്കർ ഇട്ടിട്ട്. ഇതുവരെ അപ്പുറത്തെ ചേച്ചി കേട്ടിട്ടില്ല. ആ, ഇന്നത്തേത് അവൾ കേട്ട് കാണും. എന്തോ കൂത്താട്ടമായിരുന്നു രണ്ടും കൂടെ ഫോണിൽ. അവൾ നാട്ടുകാരോടെല്ലാം പറയും. ഞാൻ പറഞ്ഞു, പറയുന്നെങ്കിൽ പറയട്ടെ. 4-5 വർഷമായിട്ട് ഭർത്താവ് അനങ്ങിയില്ല എന്നുള്ളത് നാട്ടുകാർ പറയട്ടെ, അങ്ങനെയെങ്കിലും അയാളൊന്ന് അനങ്ങട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറയുകയാണ്, എടി, നിന്റെ മിടുക്കില്ലായ്മ കൊണ്ടാണ് അവൻ അനങ്ങാത്തത്. ഏത് പെണ്ണിനും മിടുക്കുണ്ടെങ്കിൽ ഭർത്താവ് വരച്ച വരയിൽ അവിടെ നിൽക്കും. ആണിനെ ചരടിൽ കെട്ടിയിടണമെന്ന് നീ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, പഠിച്ച പണി 18 ഞാൻ നോക്കി. നിങ്ങളുടെ മകനെ യാതൊരു വിധത്തിലുള്ള കുലുക്കവുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്?
ഇനി എന്ത് ചരടോട് കെട്ടിയിടാനാണ്? പുതിയ ചരട് വലുതും അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് താ മോനെ, ഞാൻ കെട്ടിയിടാന്ന് പറഞ്ഞു. അപ്പം അമ്മയും പറയാണ്, ഓ എന്തോ കലികാലമായി ഇതൊക്കെ. എൻ്റെ ഭർത്താവ് ദേ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. പുള്ളിക്ക് തീരെ വയ്യാതായപ്പോൾ പോലും ഞാൻ അടുത്ത് വേണം. അന്നേരവും പുള്ളി കുറുമ്പ് കാട്ടുമായിരുന്നു. ഷോ, അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണോ ഇങ്ങനൊരു മോനുണ്ടായത് എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, എനിക്കറിയില്ല അമ്മയുടെ മോന് എങ്ങനെ വന്നേന്ന്. ആ സംഭാഷണമെല്ലാം അമ്മ കേട്ടെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എൻ്റെ കൂട്ടുകാരി, അവൾക്കൊരു കുട്ടിയുള്ളൂ, രണ്ടാമത് കുട്ടിയായില്ല. ഇവിടെ പിന്നെ 2 കുട്ടികളായപ്പോഴാണ് സ്റ്റോപ്പ് ആയതെങ്കിലും പറയാം. അവൾക്ക് ഇനിയൊരു കുട്ടി വേണമെന്നുണ്ട്. എത്ര നിർബന്ധിച്ചിട്ടും അയാൾ അടുത്തു പോലും അടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. ആ സമയത്ത് പിന്നെ അവളെ സാന്ത്വനിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് അവൾ നടങ്ങിയത്. അവൾ പിന്നെ ഡൈവേഴ്സ് ചെയ്യുമെന്ന് പറയുന്നു. അവൾക്ക് പണ്ടേ ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടായിരിക്കാം. എനിക്ക് പിന്നെ ഇത് ശീലമായല്ലോ, 4-5 വർഷമായിട്ട് അടങ്ങി നിൽക്കാമെങ്കിൽ ഇനിയിപ്പോൾ എന്താണ്? ഞാനും ഇതിനെ പറ്റിയിട്ട് ഒന്നും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. നാട്ടുകാരറിഞ്ഞെങ്കിൽ അറിയട്ടെ, അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് അങ്ങ് പോയി. അവിടെ പോയി ഞാൻ പാത്രം കഴുകുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ വന്ന് എൻ്റെ പുറകിൽ തൊട്ട് വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, എടി ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ 2 ആണുങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവമാണ്. 2 പേർക്കും മറ്റ് സ്ത്രീകളോട് താല്പര്യവുമില്ല. അവന്മാരാണെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. വല്ലാത്ത ഒരു പ്രശ്നം തന്നെ. അതേ അമ്മേ, ഇതിനൊക്കെ ഉത്തരം ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ 2 പേരും എല്ലാം പറഞ്ഞ് തിക്ക് ഫ്രണ്ട്സാണ്, അതുപോലെ നിൻ്റെ ഭർത്താവും അവിടെ ഭർത്താവും എങ്ങനെയാണ്, ഫ്രണ്ട്സാണോ? ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. ചിലപ്പോൾ വിളിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുമുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യണം, ഇനി നിങ്ങൾ 4 പേരും കൂടെ എന്തെങ്കിലും ടൂറുകളോ മറ്റോ പ്ലാൻ ചെയ്യണം. അതെന്തിനാമേ? എടി ഇവർ 2 പേരും സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്, നീയും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ തിരക്കില്ലേ, അതിൻ്റെ സംഘർഷവും ടെൻഷനും ഒക്കെ കൊണ്ടായിരിക്കും നീ ഇത് വലിയ കാര്യമാക്കാത്തത്. അതേപോലെ തന്നെ അവനും അത്രയും വൈകിട്ടൊക്കെ അല്ലേ വരുന്നത്. അങ്ങനെ മടുപ്പിക്കുന്ന വർക്ക് കൊണ്ടായിരിക്കും ഇവിടെ ഇതിലൊന്നും താല്പര്യമില്ലാത്തത്. നിൻ്റെ കൂട്ടുകാരുടെ ഭർത്താവും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാമേ, അങ്ങേര് പ്രൈവറ്റ് സെക്ടറിലാണ്, അതാണ് കാരണം. എടി ഇന്നാളില്ലേ ഞാൻ ടി വിയിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച കണ്ടു. ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നവർക്ക് പലപ്പോഴും അവരുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നെന്ന്. എൻ്റെ ഭർത്താവിന് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ജോലി, അതും സർക്കാർ ജോലിയാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് പുള്ളിക്ക് ടെൻഷനൊന്നുമില്ലായിരുന്നു. വൈകുന്നേരം 5:30 ആകുമ്പോൾ ഇവിടെ വരും. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി അങ്ങ് സ്നേഹമായിരുന്നു. ഇതിപ്പോൾ അവൻ എപ്പോഴാണ് വരുന്നത്? നല്ല ക്ഷീണം കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പെരുമാറണം, അല്ലാതെ 2 പേരും കൂടെ ജോലിക്ക് പോയി അവസാനം ഒന്നുമില്ലാതാകരുത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, മനഃപൂർവ്വം 2 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വാ. അങ്ങനെയാണ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് പുറത്തു പോവുക, ടൂറിന് പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ പോകണം. അമ്മേ, അതിന് പുള്ളി വരുന്നത് രാത്രി 10:30 ആകില്ലേ? അതിനെന്താടി, വരട്ടെ, നീ നിർബന്ധിച്ച് പുറത്തൊക്കെ കൊണ്ടുപോവുക. പിള്ളേരെ കുട്ടി പോകുന്നവരല്ല, നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ ഇടയ്ക്ക് പോകണം. പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞോളാം, അച്ഛനും അമ്മയും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. അവർക്ക് വേണ്ടത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി. എപ്പോഴും പിള്ളേരെ കുട്ടിയല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടില്ല. 2 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് പോവും. അപ്പോൾ കാര്യങ്ങൾ ശരിയാകും. അല്ല അമ്മ എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? എടി ടി വി കാണുന്നത് പിന്നെ എന്തിനാ? മൊബൈലിൽ കുത്തുന്നത് എന്തിനാണ്? വെറുതെ ഇങ്ങനെ പാട്ടും റീൽസൊക്കെ കണ്ടാൽ മതിയോ? അറിവ് വേണ്ടേ? എടി ഞാനത്ര വിദ്യാഭ്യാസം കുറവുള്ള ആളൊന്നുമല്ല, പണ്ടത്തെ PG നിനക്ക് അറിയാമോ? ജോലിക്ക് ഞാൻ പോകാതിരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ അറിയാമേ, എന്നാലും അമ്മ ഇത്രയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അവളോടും ഇത് പറയുക, ഭർത്താവും അവളും തമ്മിലുള്ള ബന്ധം ഒന്ന് റിന്യൂ ചെയ്യാൻ പറയുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിർബന്ധിച്ച് നിങ്ങൾ 4 പേരും കൂടെ പോകണം. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒരു അസൂയ തോന്നുമല്ലോ. അവൻ്റെ ഭാര്യ കൊള്ളാം, അവിടെ ഭർത്താവ് കൊള്ളാം, ഇവൻ്റെ ഭാര്യ കൊള്ളാം, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴില്ലേ കൂടുതൽ സ്നേഹപ്രകടനങ്ങൾക്ക് അവിടെ അരങ്ങൊരുങ്ങും. 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും, അല്ലെങ്കിൽ ഒന്നിലധികം ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിലേ നല്ല രസമായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. അത് ഞാൻ അവളോട് പറയാമേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ ദേഹത്തെ പിടിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ചിലപ്പോൾ നീ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭർത്താവ് വളയും, അവൾ നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവും വളയും. പുതുമ തേടാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ തിരക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ കുടുംബത്തൊക്കെ ഓർത്ത് അടങ്ങിയിരിക്കുകയാണ്. അമ്മ എന്തായി പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാനുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അവളുടെ കുടുംബം നശിച്ചു പോകില്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമായി കഴിഞ്ഞാൽ അമ്മയുടെ മോൻ അവളുടെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
പിള്ളേരെ അമ്മയൊക്കെ ഇട്ടിട്ട് എനിക്കും ജീവിതം നശിച്ചു പോകില്ലേ? ഇനിയിപ്പോൾ ഞാൻ അവളുടെ ഭർത്താവിനോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? പിള്ളേരെ ഉപേക്ഷിച്ചിട്ട്? എടി, അങ്ങനെയല്ല. ഒരു വഴി പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് കുളമാക്കാനുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു പോവുകയാണെങ്കിൽ അവൾ എന്തിനാടി നിന്റെ ഭർത്താവിനോട് ഒളിച്ചോടി പോകുന്നത്? നീ എന്തിനാണ് അവിടെ ഭർത്താവിനോട് ഒളിച്ചോടി പോകുന്നത്? രണ്ടു പേർക്കും അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും പറ്റുന്ന സന്ദർഭങ്ങളിൽ കാണുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോരുക. ഒരാളുടെ കുറവുകൾ ഒരാൾ നികത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ടാകുമ്പോഴേക്കും കുടുംബം നശിക്കേണ്ട കാര്യമോ ഒളിച്ചിടേണ്ട കാര്യമോ ഒന്നുമില്ല. പ്രേമവുമല്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത്രേ ഉള്ളൂ. രണ്ടുപേരും അവനവൻ്റെ കുടുംബത്തിൽ നന്നായിരിക്കുക, ഇടയ്ക്ക് ഒന്ന് കാണുക, അത്ര പോരെ. ആവശ്യങ്ങളെന്ന് പറയുമ്പോഴേക്കും അത് തീർന്നു കിട്ടിയാൽ പോരെ. അല്ലാതെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ചിന്തിക്കരുത്. ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ കുഴപ്പം. അമ്മേ, ന്യൂ ജനറേഷൻ പിള്ളേർ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. അപ്പം അമ്മ പറഞ്ഞു, ന്യൂ ജനറേഷൻ പിള്ളേരെ ഇതിനേക്കാൾ അഡ്വാൻസ്ഡാണ്. അവർക്കിപ്പം ഇങ്ങനെയുള്ള ശാഠ്യങ്ങളൊന്നുമില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാത്തരം ബന്ധങ്ങളുമുണ്ട്. അവർ സൂപ്പറായിട്ട് വിവാഹബന്ധം കൊണ്ടുപോകും. ഇതിന് മുമ്പുള്ള തലമുറ ആൾക്കാരാണ് വലിയ പ്രശ്നക്കാർ. സദാചാരം പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്നിട്ടെന്താ, അവസാനം ഊയലാടും എന്ന് അമ്മായിമ്മ പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അച്ഛനും അമ്മയും കൂടെയുള്ള ജീവിതത്തിൽ? അപ്പം അമ്മ പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ആദ്യകാലത്ത് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരെല്ലാം കൂടെ നല്ല ഗ്രൂപ്പിസമായിരുന്നു. അപ്പോൾ അമ്മ നന്നായി ഊയലാടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അതൊക്കെ ഒരു കാലം. എൻ്റെ ഭർത്താവ് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഭർത്താവ് എന്നെ വിട്ട് എങ്ങും പോയില്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ലേ, അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ എടി, ഈ ലോകത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ഉത്സവം വരാനില്ല. അത്രയ്ക്ക് രസമാണ്. അല്ലാതെ എൻ്റെ ഭർത്താവ് പോയേ എന്ന് പറഞ്ഞ് നടക്കരുത്. ഞാൻ പറഞ്ഞു, അമ്മേ, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മ ഏറ്റെടുക്കുമോ? ഞാൻ ഏറ്റെടുക്കത്തില്ല. ഞാൻ ഒരു ഐഡിയ തന്നത്, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകാതെ എല്ലാം നല്ല പോലെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കുക. ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഇതിലും അധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. നിന്നോട് ഞാൻ എല്ലാ രഹസ്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തായാലും അമ്മായിമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, ഇതൊന്നും അവരോട് പറയണ്ട, നമുക്കൊരു ടൂർ അറേഞ്ച് ചെയ്യാടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ഞങ്ങളെല്ലാവരും കൂടി പാലക്കാട് സൈഡിൽ പോയത്. അന്ന് ഹിൽ സ്റ്റേഷനിൽ നല്ല തണുപ്പായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഭർത്താവിനോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ അവളും അവിടെ ഭർത്താവും നല്ല സൂപ്പറായിട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ സ്നേഹപ്രകടനങ്ങൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നിരാകരിക്കരുത്, അഡ്ജസ്റ്റ് ചെയ്തിരുന്നോടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ ഭർത്താവിനോട് ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളും അങ്ങനെയൊക്കെ പെരുമാറി. എല്ലാം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് എന്താണെന്നറിയില്ല, ഭർത്താവിനും എന്തോ മാറ്റം പോലെ തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അപ്പുറത്തേക്ക് മാറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്നിരുന്ന് ഭർത്താവിനോട് എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ ഗ്യാപ്പിൽ ഞാൻ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ പണ്ട് ജസ്റ്റ് സുഹൃത്തുക്കളാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അയാൾ ചോദിച്ചു, എന്താണെന്ന്. അല്ല, നിങ്ങൾ തമ്മിൽ ഇണക്കുരുവികളെ പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഭർത്താവും ഞാനും പിരിഞ്ഞ് ജീവിക്കുന്ന പോലെയാണ്. അദ്ദേഹത്തിന് എന്നോട് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇതിനെന്തോ വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്നു. അത് ചേട്ടനും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അയാളെ ഞാൻ പൊക്കി വിട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വിധിയാണത്, എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും നല്ല രീതിയിലാണ് പോകുന്നതെന്ന് അവൾ എന്നോട് പറയും. ചേട്ടൻ ഒരു തികഞ്ഞ ആണാണ്, നിങ്ങളെപ്പോലെയല്ല എൻ്റെ ഭർത്താവ്. അദ്ദേഹത്തിന് എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി. ഇതേ പ്രോസസ്സ് തന്നെയാണ് അപ്പുറത്ത് നടന്നിരുന്നത്. എന്തായാലും രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് അവൾ പറഞ്ഞ കാര്യങ്ങൾ മണിമണിയായിട്ട് എന്നോട് പറഞ്ഞു. അവൾക്ക് ഒത്തിരി ദുഃഖമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ദുഃഖമൊന്നും തീർത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം നിങ്ങൾക്ക് ഒന്നിനും താല്പര്യമില്ല, എന്നോടും താല്പര്യമില്ല, അവളോടും താല്പര്യമില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനോട് വഴക്കിട്ടു. അങ്ങനൊന്നുമില്ല, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും കാണും, അവളും കാണും. എനിക്ക് കുഴപ്പമില്ല. അവൾ
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് അവൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അവളും നിങ്ങളും തമ്മിൽ അടുത്താലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ജീവിതം നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെ അവിടെയും നടന്നു. അങ്ങനെയാണ് മാഡം അവിടെ വെച്ചിട്ട് ഹസ്ബൻഡ് എന്നോട് അടുത്ത് പെരുമാറിയത്. അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. അവളും എൻ്റെ കാര്യം പറഞ്ഞ് ഭർത്താവിനോട് സമ്മതം വാങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും സമ്മതം. പിറ്റേ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുറിയിലേക്ക് എൻ്റെ ഹസ്ബൻഡ് പോയി. ആ സമയത്ത് ഞാനും അവളുടെ ഹസ്ബൻഡും കൂടെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയാളെ ഞാൻ എൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. എന്താണെന്നറിയില്ല, ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോയി. അയാൾ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. എനിക്ക് മിസ് ചെയ്തതൊക്കെ അയാൾ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് മനുഷ്യനെ പാതി വഴിയിൽ വെച്ചിട്ട് എല്ലാം ഉപേക്ഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതൊക്കെ മാറ്റി വ്യത്യസ്തത കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജീവിതം പൂത്തുവിരിയുകയുള്ളൂ. അപ്പുറത്തും അതുപോലെ തന്നെയായിരുന്നു. ആ ടൂറോടുകൂടി ഞങ്ങൾക്കിടയിൽ എല്ലാ പ്രോബ്ലംസ് സോൾവായി. ഇപ്പോൾ ഞങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര കണക്റ്റഡാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിലപ്പോൾ അവളുടെ വീട്ടിൽ പോകും, ചിലപ്പോൾ അവർ ഇവിടെ വരും. എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മായിയമ്മ അറിയുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മയുടെ ഐഡിയ ഏതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു. എൻ്റെ ഭർത്താവും അത്ഭുതപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവില്ലേ, അയാൾ കുറെ കൂടി സുന്ദരനാണ്. പുള്ളിക്കാരിക്കും എന്തോ ഒരു മോഹം പോലെ. ആദ്യം ഞാൻ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഒട്ടും ഇഷ്ടമില്ല. അത് സമ്മതിക്കില്ല എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അമ്മയ്ക്ക് വേണ്ടേ ഒരു ജീവിതം, അമ്മയ്ക്ക് വേണ്ടേ വട്ടക്കായലിൽ ഒരു വട്ടം കറക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അനുകൂലിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് സമ്മതിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മയുമുണ്ട്. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. പിള്ളേരൊന്നും അറിയാതെ എല്ലാം ഞങ്ങൾ മാനം ചെയ്യുന്നുണ്ട്. എല്ലാം എൻ്റെ അമ്മായിമ്മയുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ്. മാഡം, മനുഷ്യൻ എന്തിനാണ് ഒരാളിൽ തന്നെ പിടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പുണ്യവാനും പുണ്യവതിയും കളിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വ്യത്യസ്തതകൾ കൊണ്ട് മാത്രമേ സന്തോഷം വരൂ, അല്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്. ചിലർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബന്ധം ഉണ്ടാകുമ്പോഴേക്കും ജീവിതം കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വിരസതയ്ക്ക് ഉത്തരവെന്ന് പറയുമ്പോൾ വേറൊരു ബന്ധമൊന്നുമല്ല. അതിനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കഥയെ ഒരു കഥയായിട്ട് മാത്രം കാണാമെന്നുള്ളതല്ലാതെ ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഗുണപാഠമോ അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് കരുതാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ബന്ധമാണ്, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളത് നന്നായി ചെയ്യുന്നുണ്ടാകും എന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നതല്ലാത്തതുകൊണ്ട് എനിക്കിതിനോട് അനുകൂലമായിട്ടുള്ള മറുപടിയോ ഉപദേശങ്ങളോ ഒന്നുമില്ല.